ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തിന് ബാത്റൂമിൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ വെറുതെയുള്ള മൊബൈൽ ഉപയോഗം മാത്രമല്ല, ഇതിലൂടെ ലക്ഷങ്ങളും കോടികളും വരെ സമ്പാദിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തിളങ്ങി നിൽക്കുന്നവരാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ജനപ്രീതി ഉണ്ടെങ്കിലും യൂട്യൂബ് അവർക്ക് നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും വേറെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള രസകരമായ നിമിഷങ്ങളും മറ്റും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് വ്യൂവേഴ്സിനെ കയ്യിലെടുക്കുന്ന ഫാമിലി വ്ലോഗ്, തന്റെ യാത്രകളും അനുഭവങ്ങളും മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുന്ന ട്രാവൽ വ്ലോഗേഴ്സ്, രുചിയേറിയ ഭക്ഷണങ്ങൾ തങ്ങളുടെ ഫേസ് എക്സ്പ്രഷനിലൂടെയും വാക്കുകളിലൂടെയും കാഴ്ചക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഫുഡ് വ്ലോഗേഴ്സ്. അങ്ങനെ നീളുന്നു യൂട്യൂബർമാരുടെ ചാകര. ക്വാളിറ്റി കണ്ടന്റുകൾ പ്രസന്റ് ചെയ്ത് വ്യൂവേഴ്സിനെ പിടിച്ചിരുത്തുന്ന യൂട്യൂബർമാരുടെ സമ്പത്തിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. സിനിമാ താരങ്ങളെ പോലും കടത്തിവെട്ടുന്ന ആസ്തിയാണ് ഇവർക്കുള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബോളിവുഡ് സൂപ്പർ താരങ്ങൾക്ക് പോലും ഇല്ലാത്ത ആസ്തിയാണ് ഇന്ത്യയിലെ യൂട്യൂബർമാർക്കുള്ളത്. റിപ്പോർട്ട് പ്രകാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ തന്മയ് ഭട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള യൂട്യൂബർ. 665 കോടിയാണ് തന്മയ് ഭട്ടിന്റെ ആസ്തി. 52 ലക്ഷം ഫോളോവേഴ്സ് ആണ് അദ്ദേഹത്തിനുള്ളത്. കോമഡി കണ്ടന്റുകളും റിയാക്ഷൻ വീഡിയോകളുമാണ് തന്മയ് ഭട്ട് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കണ്ടന്റിലൂടെ മാത്രമല്ല കേട്ടോ, പരസ്യങ്ങൾ, കൊളാബ്, ബ്രാൻഡ് പ്രൊമോഷൻ എന്നിവയിൽ നിന്നും യൂട്യൂബർമാർക്ക് വരുമാനം ലഭിക്കുന്നു. 356 കോടി ആസ്തിയുള്ള ടെക്നിക്കൽ ഗുരുജി എന്ന ഗൗരവ് ചൗധരിയാണ് പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത്. അടുത്തിടെ വിവാദങ്ങളിൽപ്പെട്ട സമയ് റൈനയാണ് 3ാം സ്ഥാനത്ത്. 125 കോടിയാണ് സമയ് റൈനയുടെ ആസ്തി. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ 10ൽ മലയാളികൾ ആരും തന്നെ ഇല്ല. അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ, നിസ്സാരക്കാരല്ല നമ്മുടെ യൂട്യൂബർമാർ.